ലോകം മുഴുവനുമുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു രാക്ഷസ പാവയുടെ പുറകെയാണ്. ഒരുപാട് നീണ്ട വരി നിന്ന് പോലും ആളുകൾ ഇന്ന് ഈ പാവയെ സ്വന്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ പാവയെക്കുറിച്ച് വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിന് യാതൊരു വിധത്തിലുള്ള മൂവ്മെൻറ്റ്സും ഇല്ല, ലൈറ്റ് കത്തില്ല, പാട്ട് പാടില്ല, ഡാൻസ് കളിക്കില്ല, വെറും ഒരു പാവ മാത്രമാണിത്. എന്നിട്ട് കൂടെ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകൾ ഈ ഒരു പാവ മേടിക്കാൻ വേണ്ടി നീണ്ട വരി നിൽക്കുന്നത്? മാത്രവുമല്ല, ഈ രാക്ഷസ പാവ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ കമ്പനിയുടെ ഫൗണ്ടർക്ക് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏറെക്കുറെ 13,400 കോടി രൂപയോളമാണ്. സോ ആളൊരു ചില്ലറക്കാരനല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ലബൂബു എന്ന ഈ രാക്ഷസ പാവയെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. തീർച്ചയായിട്ടും ലബൂബു എന്ന് പറയുന്ന ഈ ഒരു ഡോളിനെ കുറിച്ച്, ഈ ഒരു പാവയെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെയും വ്യത്യസ്ത വീഡിയോകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. അതെ, ലോകം മുഴുവനും ഇപ്പോൾ ഈ ഒരു പാവ ഒരു തരംഗമാണ്, ഒരു ട്രെൻഡാണ്, ഒരു ഫാഷൻ്റെ അടയാളമൊക്കെ ആയിട്ട് പോലും ആളുകൾ ഇന്ന് ഈ ഒരു പാവയെ, ഇതിൻ്റെ കീ ചെയിനൊക്കെ തന്നെയും മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പാവയെക്കുറിച്ച് തന്നെ വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുമില്ല. ജസ്റ്റ് ഒരു പാവ എന്ന നിലയിൽ തന്നെയാണ് വരുന്നത്. അതിൽ തന്നെ നീളമുള്ള കൂർത്ത ചെവികളും കൂർത്ത പല്ലുകൾ, അതിൽ 9 പല്ലുകളാണ് സാധാരണ ഈ ടോയ്സിലൊക്കെ തന്നെയും കാണാറുള്ളത്. അതുപോലെ തന്നെ വലിയ വിടർന്ന കണ്ണുകളുള്ള, ശരീരം മുഴുവൻ രോമാവൃതമായിട്ടുള്ള ഒരു കുസൃതി നിറഞ്ഞ ചിരിയോട് കൂടിയിട്ടാണ് ഈ ഒരു ടോയെ നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ ഓരോ കളിപ്പാട്ടത്തിനും വ്യത്യസ്ത ഡ്രസ്സുകളുള്ള രീതിയിൽ, ആക്സസറീസ് ധരിച്ച രീതിയിൽ, വ്യത്യസ്ത ഇമോഷനുകളോടെ കൂടെ ഒക്കെ തന്നെയും ലഭ്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മിസ്റ്ററി ബോക്സിലാണ്, അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ബോക്സിലായിട്ട് മാത്രമേ ആളുകൾക്ക് സെയിൽ ചെയ്യപ്പെടുന്നുള്ളൂ, വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു കിൻഡർ ജോയൊക്കെ ഒരു ഹാരി പോട്ടറിൻ്റെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കിൻഡർ ജോയുടെ അകത്ത് ഹാരി പോട്ടർ മൂവീസിലുള്ള വ്യത്യസ്ത ക്യാരക്ടേഴ്സിനെ എല്ലാം തന്നെ, അതിൻ്റെ ടോയ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അത് വലിയൊരു വിജയമായിരുന്നു. ഒരുപാടധികം ലാഭം അവർക്ക് നേടിക്കൊടുക്കാനൊക്കെ തന്നെയും ആ ഒരു ക്യാമ്പയിൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പാക്കേജിനകത്ത്, അല്ലെങ്കിൽ കിൻഡർ ജോയുടെ അകത്ത് എന്താണ് ഉള്ളത് എന്നൊരു ആകാംക്ഷ തന്നെയായിരുന്നു ഈ ഓരോ ആളുകളെ കൊണ്ടും അത് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എങ്ങാനും ഒരു ക്യാരക്ടറിനെ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റ് ക്യാരക്ടറുകളെ കൂടെയും കളക്ട് ചെയ്യണം എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ, കൂടുതൽ കിൻഡർ ജോയ്കൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ ഈ ബ്ലൈൻഡ് ബോക്സുകൾക്കകത്ത് വെച്ചുകൊണ്ട് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലബൂബു ക്യാരക്ടറുകളുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്താണെന്ന് അറിയാതെ പോയിട്ട് ഏതെങ്കിലും ഒരെണ്ണം മേടിക്കുന്നു. അപ്പോൾ ആ ഒരെണ്ണം ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. സ്വാഭാവികമായിട്ടും പിന്നെയും അടുത്ത ഒരെണ്ണം മേടിക്കാനായിട്ട് നമ്മൾ നേരെ വഴി നിൽക്കാൻ വേണ്ടിയിട്ട് പോകും. പിന്നെയും അടുത്തൊരെണ്ണം മേടിക്കും. അപ്പോഴും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടില്ല, പിന്നെയും ഇത് ആവർത്തിക്കും. അപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട സെയിലും മറ്റുമൊക്കെ ഇന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആളുകളുടെ വരി പിന്നെയും നീണ്ടു പോകുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെ ഒരു ദിവസം ഒരാൾക്ക് ഒരു ലബൂബ് മാത്രമേ വിറ്റഴിക്കുകയുള്ളൂ എന്നൊരു റൂളിലേക്ക് വരെ ഈ ഒരു കമ്പനി എത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളമായിരിക്കും ഇവരുടെ സെയിൽ, എത്രത്തോളം വലിയ വരിയായിരിക്കും ആളുകൾ ഇത് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൽ തന്നെ ഇവരുടെ ഔട്ട്ലെറ്റുകളിലേക്ക് ഈ ലബൂബു ഡോളുകൾ എത്തിക്കഴിഞ്ഞാൽ ഏതാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അത് വിറ്റഴിക്കപ്പെടുന്ന കാഴ്ചകൾ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലൈൻഡ് ബോക്സുകളാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് കൂടെ അടിപൊളിയായിരിക്കും. സോ എല്ലാവരും ഒരുപോലെ തന്നെ ഈ ഒരു സാധനം മേടിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ അൺബോക്സിങ്ങും വീഡിയോ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെയും പ്രചരിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഈ ഒരു ടോയുടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെയും കാരണമാകുന്നുണ്ട്. മാത്രമല്ല, ഇതിനിപ്പോൾ ഇന്നൊരു ഫാഷൻ ആക്സസറി എന്ന രീതിയിൽ പോലും നമ്മുടെ ബാഗുകളിലൊക്കെ തന്നെയും തൂക്കിയിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സാധനം, എന്തുകൊണ്ടാണ് ആളുകളൊക്കെ തന്നെയും ഈ ലബൂബു ഡോളുകൾക്ക് പുറകെ ഇങ്ങനെ ആർത്തി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പോൾ ഈ ലബൂബ എന്ന് പറയുന്നത് ഒരു രാക്ഷസനാണ്, ഒരു രാക്ഷസ പാവയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഒരു രാക്ഷസ പാവയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വരി നിൽക്കുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഈ ലബൂബു ഡോളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മളവിടെ 2 ആളുകളുടെ കഥ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്, പറഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലൊന്നാമതായിട്ട് വരുന്നത് വാങ് നിങ് എന്ന് പറയുന്ന ബിസിനസ്സുകാരനാണ്. രണ്ടാമതായിട്ട് വരുന്നത് കാസിങ് ലങ് എന്ന് പറയുന്ന ചിത്രകാരനാണ്, ആർട്ടിസ്റ്റാണ്. ഇവർ 2 പേരും കൂടെ ഒത്തുചേർന്നതോട് കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു ട്രെൻഡ് ലോകത്ത് മുഴുവനും തന്നെ ഒരുപോലെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഈ വാങ് നിങ്ങിൻ്റെ കാര്യം തന്നെ സംസാരിച്ചു തുടങ്ങാം. മറ്റുള്ള ആളുകളിൽ നിന്ന്, തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ തന്നെയും വ്യത്യസ്തമായിട്ട് ഹോങ്കോങ്കാരനായിട്ടുള്ള വാങ് നിങ് ഒരു ടോയ് ഷോപ്പ് തുടങ്ങുകയാണ്.
ബാക്കിയുള്ള ആളുകളെ പോലെയല്ല, ആ ടോയ്സിലും ചില വ്യത്യാസങ്ങളൊക്കെ, ചില യുണീക്നെസ്സുകളൊക്കെ തന്നെയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സുകളല്ല അയാൾ അവിടെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് അഡൽട്സിന് വേണ്ടിയിട്ട്, മുതിർന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്കളായിരുന്നു പ്രധാനമായിട്ടും അവിടെ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ മറ്റൊരു പൊടിക്കൈ കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്ലൈൻഡ് ബോക്സ്. അദ്ദേഹം ഓരോ ടോയ്സും ഈ ബ്ലൈൻഡ് ബോക്സിലാക്കിയിട്ടായിരുന്നു തൻ്റെ ഷോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആളുകൾക്ക് ആ ഒരു ബ്ലൈൻഡ് ബോക്സിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും, അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടോയ്സ് അതിൽ നിന്ന് ലഭിക്കുമ്പോഴുള്ള അവരുടെ ഒരു ഹാപ്പിനെസ്സും ഇതെല്ലാം തന്നെ ഇയാൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടെയും അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സെയിൽസ് ഒന്നും തന്നെ ഈ ഒരു ടോയ് ഷോപ്പിലേക്ക്, പോപ്പ് മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ തന്നെയും ഇത് കാരണമായിട്ട് അദ്ദേഹം വലിയ തോതിൽ തന്നെ സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, എന്തിന് മുതിർന്ന ആളുകൾ ഈ പാവ മേടിക്കണം, ആരെങ്കിലും ഇത് മേടിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രണ്ടാമത്തെ വ്യക്തി കഥയിലേക്ക് കടന്നു വരുന്നത്. കാസിങ് ലെങ് എന്ന് പറയുന്ന ചിത്രകാരനായിട്ടുള്ള വ്യക്തി. ഹോങ്കോങ്ങിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമൊക്കെ തന്നെയും അവിടെയാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ പുസ്തക ചിത്രകാരൻ എന്ന രീതിയിലാണ് കാസിങ് ലെങ് പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് അദ്ദേഹം വ്യത്യസ്ത രീതിയിലുള്ള നാടോടി കഥകൾ വലിയ തോതിൽ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് വന്ന പല രചനകൾക്കും പല ചിത്ര ബുക്കുകൾക്കും ഒക്കെ തന്നെയും അത് വലിയ തോതിൽ തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വളർന്നു വലുതായതിനു ശേഷം ഹോങ്കോങ്ങിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ തന്നെയും മറ്റു ചില ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയും അദ്ദേഹം പുറത്തെടുക്കുന്നുണ്ട്, വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ തന്നെയും വലിയ വിജയത്തിലേക്ക് പോലും എത്തിച്ചേർന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് 2011-12 കാലഘട്ടത്തിലായിട്ട് അദ്ദേഹം പുതിയൊരു സ്റ്റോറി സീരീസ് വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതിൽ തന്നെ അതിൻ്റെ ഒരു പിന്നാമ്പുറം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നോർസ് മിത്തോളജിയിൽ നിന്ന് ഒരുപാടധികം കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു സ്റ്റോറി സീരീസിനെ വിപണിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഈ ഒരു നോർസ് മിത്തോളജിയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഗോഡ്സ്, അതേപോലെ തന്നെ ഗോഡസ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ ഉൾപ്പെടുന്ന രീതിയിലാണ് അതിൽ വ്യത്യസ്ത കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ 9 ലോകങ്ങളും ഈ ഒരു മിത്തോളജിയിലുണ്ട്. 12-13 നൂറ്റാണ്ടിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ തന്നെയും വലിയ തോതിൽ സ്കാൻഡിനേവിയൻ പെനിൻസുലകളിലൊക്കെ തന്നെയും പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പഴയ കാലത്ത് താൻ കേട്ടിരുന്ന വ്യത്യസ്ത തരത്തിലുള്ള കഥകൾ, നാടോടി കഥകൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ദ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സീരീസിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. ഈ സീരീസിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ലബൂബു എന്ന് പറയുന്ന കുഞ്ഞൻ രാക്ഷസൻ. അപ്പം അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരു ക്രീപ്പി ക്യൂട്ട് മോൺസ്റ്റർ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മൊത്തത്തിൽ ഇതിൻ്റെ ഒരു കഥാതന്തു, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സീരീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, എന്താണ് ഈ ഒരു കുഞ്ഞൻ ക്യാരക്ടറിന് അവിടെയുള്ള റോൾ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ, മോൺസ്റ്റർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു മാന്ത്രികതകൾ നിറഞ്ഞിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരുപാടധികം ക്രീച്ചേഴ്സ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് രഹസ്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു കാട്ടിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോത്രം. ആ ഗോത്രത്തിൽപ്പെട്ട രാക്ഷസന്മാരുടെ കൂട്ടത്തിലെ ഒരു കുഞ്ഞു രാക്ഷസനാണ് ലബൂബു എന്ന് പറയുന്നത്. രാക്ഷസൻ എന്ന് പറയുമ്പോൾ അത്ര പ്രശ്നക്കാരൻ എന്ന രീതിയിലൊന്നുമല്ല കാസിങ് ലെങ് ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെയധികം ക്യൂട്ടായിട്ടുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള, ഫിയർലെസ് ആയിട്ടുള്ള, കൈൻഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നോട്ടി ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ എന്ന നിലയിലാണ് ഈ ഒരു ക്യാരക്ടറിനെ കാസിങ് ലെങ് വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്, വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു മാന്ത്രിക ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു കാടിനകത്തും പുറത്തുമൊക്കെ ആയിട്ട് എക്സ്പ്ലോറേഷൻസ് നടത്തുന്ന, വ്യത്യസ്ത യാത്രകളൊക്കെ നടത്തുന്ന ഒരു എക്സ്പ്ലോറർ എന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ എന്ന നിലയ്ക്ക് തന്നെയാണ് ലബൂബു എന്ന ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു സ്റ്റോറി സീരീസിനകത്തുള്ള അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റു വ്യത്യസ്ത ക്യാരക്ടറുകളും ഈ ഒരു സീരീസിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് സിമോമോ എന്ന് പറയുന്ന ഈ ഒരു ട്രൈബിൻ്റെ ലീഡറാണ്. അതേപോലെ തന്നെ മൊക്കോക്കോ എന്ന് പറയുന്ന മറ്റൊരു ട്രൈബ് മെമ്പർ ഉണ്ട്. ടൈക്കോക്കോ എന്ന് പറയുന്ന ലബൂബുവിൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അതുപോലെ യായ, സ്പൂക്കി, പാറ്റോ, പിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത ക്യാരക്ടറുകൾ കൂടെ ഈ ഒരു സ്റ്റോറി ബുക്ക് സീരീസിൽ അങ്ങിങ്ങായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം
2015-17 കാലഘട്ടമൊക്കെ എത്തുമ്പോഴാണ് ഈ ഒരു ലബൂബ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറും ഈ സ്റ്റോറി സീരീസും ഒക്കെ വലിയ തോതിൽ തന്നെ ജനസ്വീകാര്യത നേടുന്നത്, ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതിൽ തന്നെ ഈ ഒരു സമയത്ത് ഹൗ ടു വർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട്, ഒരു ടോയ് ബ്രാൻഡുമായിട്ടൊക്കെ തന്നെയും കാസിംഗ് ലെങ് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എക്സിബിഷനുകളിലും മറ്റുമൊക്കെ ഈ ടോയ്സിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടെ തന്നെയാണ് ആളുകളുടെ ശ്രദ്ധ വലിയ തോതിൽ ഈ ഒരു ടോയിലേക്ക് തിരിയുന്നത്. അതിനുശേഷം പിന്നീട് 2018 ഒരു ടേണിംഗ് പോയിന്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ മാറി വരുന്നത്. കാസിംഗ് ലെങ്ങും അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാങ് നിങ് എന്ന് പറയുന്ന വ്യക്തി, അതായത് പോപ്പ് മാർട്ട് എന്ന് പറയുന്ന ടോയ്സ് ബ്രാൻഡ് കൊണ്ട് കടന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടെ ഒത്തുചേരുകയാണ്. ഇരുവരും കൈകൊടുക്കുകയാണ്. ഇരുവരും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനുശേഷമാണ് പോപ്പ് മാർട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അണ്ടറിലായിട്ട് മിസ്റ്ററി ബോക്സുകളിലായിട്ട് ഈ ഒരു ലബൂബു ടോയ്സ് വലിയ തോതിൽ തന്നെ വിപണിയിലേക്ക് എത്താൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ആളുകളൊക്കെ തന്നെയും അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ബ്ലൈൻഡ് ബോക്സുകളിലായിട്ട് ഇത് വിപണിയിലേക്ക് എത്തുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെയും വന്നതോട് കൂടിയിട്ട് പതിയെ ആളുകളുടെ ഇടയിലേക്ക് വലിയ തോതിൽ തന്നെ ഈ ഒരു ടോയ്സ് എത്തിച്ചേരാൻ ആരംഭിച്ചു. വലിയ തോതിൽ തന്നെ ആളുകൾ ഈ ഒരു ടോയ്സിനെ മേടിക്കാൻ വേണ്ടി കടന്നു വരാൻ ആരംഭിച്ചു. അതിൽ തന്നെ ഞാൻ പരിശോധിച്ച് നോക്കിയ അവസരത്തിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സീരീസ് പുറത്തിറക്കിയ സമയത്ത് ചില ആളുകളൊക്കെ അത് കീപ്പ് ചെയ്ത് വെച്ചു, മറ്റു ചില ആളുകളൊക്കെ തന്നെയും അത് എന്തൊരു ടോയ് ആണ് ഇത് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിനെ വലിച്ചെറിയുന്നൊരവസ്ഥയിലേക്ക് വരെ എത്തി എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സീരീസ് വിപണിയിലേക്ക് എത്തിയ സമയത്ത് തന്നെ അത് പൂർണ്ണമായിട്ടും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് ആളുകൾ ഈ സാധനം ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ ആരംഭിക്കുകയാണ്. നമ്മൾ കിൻഡർ ജോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിനകത്തുള്ള ടോയ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ഓരോ ബ്ലൈൻഡ് ബോക്സിൽ നിന്നും ലഭിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള ലബൂബൂസിനെയും മറ്റ് ക്യാരക്ടേഴ്സിനെയും ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെക്കാൻ ആരംഭിക്കുകയാണ്, കളക്ട് ചെയ്ത് വെക്കാൻ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല ആളുകളും ഇതിൻ്റെ റിവ്യൂസും അൺബോക്സിങ് വീഡിയോസും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. മാത്രമല്ല ചില റെയർ ആയിട്ടുള്ള ലബൂബൂസിനെ ആളുകൾ കിട്ടുന്ന അവസരത്തിൽ ഓപ്ഷനിലും മറ്റുമൊക്കെ വെച്ചിട്ട് വിൽപ്പന വരെ നടത്തുന്നുണ്ട്. വലിയ തോതിലുള്ള എമൗണ്ട് ഇതിലൂടെ അവർക്ക് നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ജൂൺ മാസം 10 നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷനിൽ മിൻ ഗ്രീൻ ലബൂബ് വിറ്റ് പോയിട്ടുണ്ടായിരുന്നത് 1.42 crore. അതായത് ഏറെക്കുറെ 1.5 കോടി രൂപയോളം മുടക്കിയിട്ടാണ് ഈ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ഡോളിനെ ഒരു വ്യക്തി മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു നിലയിലേക്ക് ഒരു ട്രെൻഡ് രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പതിയെ ഇതിൻ്റെ സെയിൽ വർദ്ധിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല പല ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സും ഈ ഒരു ടോയ്സിനെ ഉപയോഗിക്കാൻ ആരംഭിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ബാഗുകളിലും മറ്റുമൊക്കെ ആയിട്ട് കൊളത്തിയിട്ടിട്ടും ഇതിനെ കൊണ്ടു നടന്നിട്ടും ഒക്കെയുള്ള വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ആളുകൾ ഷെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചില സൗത്ത് കൊറിയയിൽ നിന്നുള്ള ചില താരങ്ങൾ പോലും തങ്ങളുടെ ലബൂബു കളക്ഷനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നു ചേർന്നതോട് കൂടിയിട്ട് പിന്നെയും ലബൂബു എന്ന് പറയുന്ന ഈ ഒരു ഡോളിൻ്റെ സെയിൽ വലിയ തോതിൽ തന്നെ കുതിച്ചുയരാൻ ആരംഭിക്കുകയാണ്. ആളുകൾ വരി നിന്ന് പോലും ഈ ഒരു ടോയ്സ് മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വരി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൂടെ പോപ്പ് മാർട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് എത്തിച്ചേരുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഒരെണ്ണം മാത്രമേ ഒരു ദിവസം നൽകൂ എന്നുള്ള വളരെയധികം വിചിത്രമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് പോലും അവർക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് ലബൂബു എന്ന് പറയുന്ന ഈ ഒരു ടോയ് അതിൻ്റെ ബ്രാൻഡിന് പോപ്പ് മാർട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു മേജർ ആയിട്ടുള്ള ഒരു ലബൂബു ഡ്രോപ്പിന് ശേഷം ഷെയർ മാർക്കറ്റിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂസ് വലിയ തോതിൽ തന്നെ വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ഒരൊറ്റ ദിവസം അതിൻ്റെ ഫൗണ്ടർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഏറെക്കുറെ 13,400 കോടി രൂപയോളമാണ്. അത്രയും വലിയൊരു ഹൈക്ക് തന്നെ അവിടെ സംഭവിക്കുകയുണ്ടായി. അപ്പം പതിയെ ഉയർന്നു വന്ന ഈ ഒരു ബ്രാൻഡ് ഈ വർഷങ്ങളുടെ സമയം എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ തോതിൽ തരംഗമായിട്ട് വലിയൊരു വിപ്ലവകരമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ലോകത്തുള്ള വ്യത്യസ്ത പോപ്പ് മാർട്ടിൻ്റെ ബ്രാൻഡുകളിലൂടെ ആളുകളൊക്കെ തന്നെയും വരി നിന്നുകൊണ്ട് ഇപ്പം ആപ്പിളിൻ്റെ ഫോണുകളൊക്കെ തന്നെയും
പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വലിയ നീണ്ട വരികൾ കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അതിനെയും മറികടക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു ബ്രാൻഡ്. വെറും ഒരു പാവ വിൽക്കുന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് ഔട്ട്ലെറ്റുകൾക്ക് പുറത്തായിട്ട് ആ ഒരു പാവയെ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വരി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിൽ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെയും ട്രെൻഡ് ആവാറുണ്ടല്ലേ. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സ്പിന്നേഴ്സൊക്കെ തന്നെയും വലിയ ട്രെൻഡായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ലബൂബു പാവകളെ ആളുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടി, അവരുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു തെറാപ്പി ടോയ് എന്ന രീതിയിലൊക്കെ തന്നെയും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ ഇതിനിപ്പോൾ റീസെല്ലിംഗ് മാർക്കറ്റിൽ നല്ല വാല്യൂ ഉണ്ട്. $10 തന്നെയും മേടിച്ചത് $5000 വരെ വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി റെയർ ആയിട്ടുള്ള സാധനമാണ് കിട്ടുന്നതെങ്കിൽ പറയും വേണ്ട. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് റീസെല്ലിങ്ങിന് വേണ്ടിയിട്ടും ആളുകൾ വലിയ തോതിൽ തന്നെ മേടിച്ചു കൂട്ടുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ കുറേ എണ്ണം മേടിച്ചു കൂട്ടാണ്, അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം ഇങ്ങനെ ഈ 3 തരത്തിലുള്ള ആളുകളും നമുക്ക് ഇത് മേടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. എന്താണ് ലബൂബു എന്നും അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നും അതിന് പുറകിൽ പ്രവർത്തിച്ച 2 വ്യക്തികൾ ആരാണെന്നും എങ്ങനെയാണ് ഇതൊരു ട്രെൻഡായി മാറിയിട്ടുള്ളതെന്നൊക്കെ വിശദമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങാനും നിങ്ങൾക്ക് ലബൂബു മേടിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾ മേടിക്കോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പോൾ ഒരു രാക്ഷസ പാവ എന്നൊക്കെ തന്നെയും വിശേഷിപ്പിക്കുമ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് ഇതത്ര പ്രശ്നക്കാരനായിട്ടുള്ള രാക്ഷസനല്ല എന്ന രീതിയിലാണ്. എന്നാൽ മറ്റൊരു വിഭാഗത്തിന് പറയാനുള്ളത് ഇതൊരു രാക്ഷസ പാവ തന്നെയാണ്, ഒരു പൈശാചികമായ രീതിയിലേക്ക് ആളുകൾ ഈ പാവ കൊണ്ടുപോകുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.